സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ മാധ്യമപ്രവർത്തകൻ ഡോക്ടർ അരുൺ കുമാറിനെതിരെ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. ഈ യുവജനോത്സവവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ ഒരു ചാനൽ ഇല്ലേ, 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലിൻ്റെ പ്രവർത്തകർ മലപ്പുറത്ത് നിന്ന് ഒപ്പന കളിക്കാൻ വന്ന പെൺകുട്ടിയോട് എത്ര അപമര്യാദയായിട്ടാണ് പെരുമാറിയത്. അവരെയൊക്കെ കുതിരക്കവഞ്ചി കൊണ്ട് അടിക്കണ്ടേ? അതിനെന്താ ചികിത്സയുള്ളത്? ഈ നാട്ടിൽ നടക്കുന്ന എല്ലാവിധ സാമൂഹ്യമായ അതിക്രമങ്ങളെയും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതനായ മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന എത്ര അപഹാസ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. ഈ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ട് എന്താ കാര്യം? ഇതിനൊക്കെ ക്രിമിനൽ കേസെടുത്ത് ഈ മാധ്യമപ്രവർത്തകരെ ആ ജയിലിലിടണം, എന്നാലേ മര്യാദ ഉണ്ടാവും. എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. മാധ്യമപ്രവർത്തനം ചെന്ന് തോന്നിയ ദിവസം വിളിച്ചു പറയാം, എന്ത് തെമ്മാടിത്തരവും കാണിക്കാമെന്നാണ് അവർ വിചാരിച്ചത്. അത് ഒരു 15 വയസ്സിൽ താഴെ പ്രായമുള്ള പെൺകുട്ടിയോട്, അത് മലപ്പുറം പോലെ ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന, ഞാൻ പറഞ്ഞ അത്ര യാഥാസ്ഥിക സമൂഹത്തിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിക്ക് തന്നെ ഇതൊക്കെയല്ലേ ശരിക്കും നിയമ നടപടി എടുക്കേണ്ടത്. ആ സാരിയല്ല, ഈ സാരിയാണ് ധരിച്ചു വരേണ്ടത് എന്ന് ഒരു പുരുഷനിൽ ആജ്ഞാപിക്കുകയാണ്, ഒരു കമാൻഡോടുകൂടി പറയുകയാണ്. അതല്ലെങ്കിൽ അവർ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുമെന്ന് പറയുന്ന മനോനിലയിലേക്ക് ഒരു സമൂഹം എത്തുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. ഇവരെയൊക്കെ ആദ്യം പിടിച്ച് ജയിലിലുണ്ട്. എല്ലാരും വിളിച്ചു ബോച്ച ചെയ്തൊക്കെ നമുക്ക് മനസ്സിലാക്കാം, അയാൾക്ക് മനോരോഗമാണ് എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ പണത്തിൻ്റെ ഹുങ്കാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണോ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ട്? യുവജനോത്സവത്തിന് ഏറ്റവും നന്നായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവാർഡ് കൊടുക്കുന്ന പരിപാടിയുണ്ട്. ഏറ്റവും വഷളായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നവർക്കും അവാർഡ് കൊടുക്കേണ്ട സ്ഥിതി അത് പൊതുജനങ്ങളെ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോകണം, ആരുടെ ആയാലും മതി. ഡോക്ടർ അരുൺകുമാറിനെ പോലെ പക്വതയുള്ള ഒരു കോളേജ് അധ്യാപകനായിരുന്ന മനുഷ്യന്റെ വായിൽ നിന്നും ഇങ്ങനെ വരുമോ എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ. പക്ഷേ കേവലം 14-15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പഞ്ചാരയടിക്കുകയും അത് റെക്കോർഡ് ചെയ്ത് വാർത്താ ബുള്ളറ്റിനാക്കുകയും ചെയ്തത് അങ്ങേയറ്റത്തെ ചെറ്റത്തരമാണ്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? കഷ്ടം. എന്തായാലും സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായതോടെ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് കേസെടുത്തിട്ടുണ്ട്. ഡോക്ടർ അരുൺകുമാറിനെ പ്രതിയാക്കി. ഇത്രയും വലിയ വൃത്തികേട് ഈ അടുത്ത കാലത്തൊന്നും മാധ്യമ പ്രവർത്തനത്തിന്റെ പേരിൽ നമ്മളാരും കണ്ടിട്ടില്ല. മാധ്യമ പ്രവർത്തനം എത്രമാത്രം തരം താഴാം എന്നതിന്റെ ഏറ്റവും ഭയാനകമായ വേഷനാണ് ബാർക്ക് റേറ്റിംഗ് ഉയർത്തുന്നതിന് വേണ്ടി റിപ്പോർട്ടറും അരുൺകുമാറും കാട്ടിക്കൂട്ടിയായി കോപ്രായം. ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഉറങ്ങണ്ടേ? അവര് തന്നെ തല്ലിയോ? അത് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും കിട്ടണ്ടേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ ഞാൻ പോകുന്നു. ബൈ.